അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ആകുമ്പോൾ കേട്ടോ നാളെ. അപ്പോൾ അതിന് മുമ്പേ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാനായിരുന്നു. ചേട്ടൻ്റെ ഒരു ജൂട്ട് ഡ്രസ്സ് വെക്കാനായിരുന്നു, അതേപോലെ പവർ ബാങ്ക്, പിന്നെ എൻ്റെ കുറച്ച് സാധനങ്ങൾ, പിന്നെ ഫയലും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തു. നമ്മുടെ റെക്കോർഡ്സൊക്കെ എല്ലാതും വെച്ചിട്ടില്ലേ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. പിന്നെ ശിവേരെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വയ്ക്കാൻ, അതൊക്കെ വെച്ചു. പിന്നെ നമ്മളെല്ലാതും ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഫൈനലി നമ്മൾ ബാഗ് വെട്ടി ഒക്കെ പാക്ക് ചെയ്തു. ഇനി തുറക്കില്ല കേട്ടോ, ഇനി 100 പ്രാവശ്യം നോക്കാൻ വേണ്ടി തുറക്കില്ല, ഒക്കെ സെറ്റാണെന്ന് ഉറപ്പിച്ച് കോട്ടയൊക്കെ വെച്ച് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയുള്ള ഒരടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡൊക്കെ ഊരി വയ്ക്കണം, അതാണ് അടുത്ത പണി. അപ്പോൾ അതിൻ്റെ കൈച്ചെയിനും മാലയും അതൊക്കെ ഊരി വയ്ക്കണം. മാല ഞാൻ ഊരി വെച്ചിട്ടില്ല, അതേപോലെ മൂക്കുത്തി സെക്കൻഡ് സ്റ്റഡ് ഊരി വെച്ചിട്ടില്ല കേട്ടോ. മൂക്കുത്തിയൊക്കെ ഊരിക്കഴിഞ്ഞാൽ മൂക്കും സെക്കൻഡ് സ്റ്റഡൊക്കെ വേഗം അടയും, അതുകൊണ്ട് ഞാനത് ഊരിയിട്ടില്ല. ഡെലിവറിക്ക് കിടക്കുമ്പോൾ മാത്രം ഊരിയാൽ മതിയില്ല, അതുകൊണ്ട് അത് ഊരിയിട്ടില്ല. മാല പിന്നെ കഴുത്തിലൊന്നും ഇടാണ്ടൊരു സുഖമില്ല, അതുകൊണ്ട് അത് ഊരിയില്ല കേട്ടോ. ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ഗോൾഡൊക്കെ ഊരി വെച്ചിട്ട് പോവാണ് കേട്ടോ. അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർ ഓടിയെത്തും, എന്താ ഇതൊക്കെ ഒന്ന് ഊരി വയ്ക്കാണ്ട് വന്നേന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ മൂക്കിൻ്റെ ഇതുള്ള കാരണം മാത്രം മൂക്കുത്തി സെക്കൻഡ് സ്റ്റഡും ഊരിയില്ല കേട്ടോ. എങ്ങോട്ട് ഡേറ്റ പോണ്? ഉണ്ണിനെ കുറിച്ചെടുക്കല്ലേ? ഉണ്ണിനെ കുറിച്ചെടുക്കാനാ? എങ്ങനെ മുറിക്കുക ഉണ്ണീനെ? അങ്ങനെയാ? എങ്ങനെ ഉണ്ണീനെ മുറിക്കുക? അങ്ങനെ അങ്ങനെ. എന്നിട്ട് ഉണ്ണീനെ എങ്ങനെ എടുക്കുക? എന്നിട്ട് എങ്ങനെ എടുക്കുക ഉണ്ണീനെ? അങ്ങനെ അല്ലേ? എന്നിട്ട് എറിയ. ഓക്കെ.